നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ക്രിസ്ത്യൻ പള്ളിക്കെതിരെ ആക്രമണം. തെലങ്കാനയിലെ രംഗറെഡ്ഡി ജില്ലയിലാണ് സംഭവം. രംഗറെഡ്ഡിയിലെ ജനവാഡയിലെ ദളിത് ക്രിസ്ത്യൻ പള്ളിക്ക് നേരെയും ക്രിസ്തുമത വിശ്വാസികൾക്ക് നേരെയും തീവ്ര ഹിന്ദു സംഘടനാ പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു എന്നാണ് ആദ്യഘട്ടത്തിൽ ആരോപണം ഉയർന്നത്. എന്നാൽ അവിടെയാണ് വിരോധാഭാസം. അറസ്റ്റിലായത് കോൺഗ്രസ് നേതാവാണ്. കോൺഗ്രസിന്റെ മുൻ മണ്ഡൽ പരിഷത്ത് അംഗം അടക്കം 2 പേരാണ് കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. മഡികയിലെ ദളിത് ക്രിസ്ത്യൻ വിഭാഗത്തിലെ ആളുകൾക്ക് നേരെയാണ് ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ഇവർ ആക്രമണം ഉണ്ടാക്കിയത്. ആക്രമണത്തിൽ 2 കുട്ടികളടക്കം 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് 6:30യോടെയാണ് ആക്രമണം നടന്നത്. 200ഓളം വരുന്ന ആളുകൾ പള്ളിയിലേക്ക് ജയ് ശ്രീറാം വിളികളോടെ എത്തുകയായിരുന്നുവെന്നാണ് ആരോപണം വരുന്നത്. എന്നാൽ വഴിക്ക് വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. പള്ളിയിലെ കുരിശ്, പ്രാർത്ഥനാ ഹാളിലെ കസേരകൾ, പള്ളിയുടെ മേൽക്കൂര അടക്കം അടിച്ചു തകർക്കുകയും ചെയ്തു. റോഡ് വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രദേശത്ത് നേരത്തെ പ്രശ്നങ്ങളും തർക്കങ്ങളും നിലനിന്നിരുന്നത്. ഇതിനെ തുടർന്നാണ് ബജറംഗ ദളിന്റെ നേതൃത്വത്തിൽ ആളുകൾ ആക്രമണം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. അക്രമി സംഘത്തിൽ കോൺഗ്രസ് പ്രവർത്തകരും ഉണ്ടായിരുന്നുവെന്നും പോലീസ് പറയുന്നുണ്ട്. ഏതായാലും എപ്പോഴും ഇങ്ങനെയാണ്. ഒരു ജയ് ശ്രീറാം വിളിച്ചാൽ അവിടെ പ്രശ്നങ്ങൾ RSSനല്ല സംഘപരിവാർ സംഘടനയ്ക്ക് എതിരാക്കി മാറ്റുകയാണ് പലപ്പോഴും ചെയ്തത്. ഇപ്പോൾ ഇവിടെയാണ് വിരോധാഭാസം. ഇവിടെ കോൺഗ്രസ് പ്രവർത്തകരാണ് അറസ്റ്റിലായിരിക്കുന്നത്. പല കാര്യങ്ങളിലും ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിന് വെളിയിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ഏറ്റവും കൂടുതൽ അനുരണനങ്ങൾ ഉണ്ടാകുന്നത് കേരളത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കേരളത്തിലുള്ളവർ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നമുക്കറിയാം, മണിപ്പൂർ കലാപം, 2 ഗോത്രവിഭാഗങ്ങൾ തമ്മിലുള്ള കലാപത്തെ പോലും ഹിന്ദുക്കളും അല്ലെങ്കിൽ മുസ്ലിങ്ങളുമായുള്ള വർഗീയ ലഹളയായി പോലും ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ പോലും ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം പിന്നീട് മെയ്ത്തികളും കുക്കികളും തമ്മിലുള്ള പ്രശ്നമായിരുന്നു എന്നും ഈ 2 വിഭാഗക്കാരും ഒരേ വിഭാഗക്കാരാണെന്നുമുള്ള പ്രശ്നങ്ങളും ഒക്കെ പിന്നീട് പുറത്തു വരികയും മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലും മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന നറേറ്റീവ് സംഘപരിവാർ ഉണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് അതിൽ പങ്കുണ്ട് എന്ന തരത്തിൽ തന്നെയാണ്. എന്നാൽ അതൊന്നുമല്ല സത്യമെന്ന് പിന്നീട് ചിലർക്കെങ്കിലും ഒക്കെ ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കൃത്യമായ രീതിയിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കോൺഗ്രസ് നേതാവാണ് അതിനകത്ത് പ്രശ്നമുണ്ടാക്കിയത്, അയാളെയാണ് അറസ്റ്റ് ചെയ്തത് എന്ന് വ്യക്തമാവുകയാണ് ഇപ്പോൾ.